പ്രധാനപ്പെട്ട വാർത്തയാണ്. ആതിരപ്പള്ളി ഭാഗത്ത് പുഴയിൽ ക്രമാതീതമായ ജലനിരപ്പ് ഉയർന്നതോടെ പുഴയുടെ നടുവിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിച്ചു. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും വൈദ്യുത ഉൽപാദനം കഴിഞ്ഞ് കൂടുതൽ ജലം ഒഴുകി വന്നതോടെ പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നതാണ് സഞ്ചാരികൾ കുടുങ്ങാൻ കാരണമായത്. നാട്ടുകാർ ചേർന്ന് വിനോദസഞ്ചാരികളെ രക്ഷിച്ചെടുത്തു. അതിരപ്പള്ളി ഭാഗത്താണ് പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നത്. ഇത്തരത്തിൽ ജലനിരപ്പ് ഉയർന്നതോടെ പുഴയുടെ നടുവിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. അതിരപ്പള്ളി ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. അവിടെ എത്തിയ വിനോദസഞ്ചാരികളെയാണ് ഇപ്പോൾ നാട്ടുകാർ രക്ഷിച്ചിരിക്കുന്നത്. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും വൈദ്യുത ഉൽപാദനം കഴിഞ്ഞ് കൂടുതൽ ജലം ഒഴുകി വന്നതോടെയാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു ജലനിരപ്പ് അതിരപ്പള്ളിയിൽ ഉയരാൻ കാരണം. സഞ്ചാരികൾ ഇത്തരത്തിൽ കുടുങ്ങാൻ കാരണവും ഇതുതന്നെയാണ്. കൂടുതൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. എന്തായാലും എത്തിച്ചേർന്ന വിനോദസഞ്ചാരികളെ എല്ലാം നാട്ടുകാർ ചേർന്ന് രക്ഷിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അതിരപ്പള്ളി ഭാഗത്താണ് പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നത്. പുഴയുടെ നടുവിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും വൈദ്യുത ഉൽപാദനം കഴിഞ്ഞ് കൂടുതൽ ജലം ഒഴുകി വന്നതോടെയാണ് ഇത്തരത്തിൽ അതിരപ്പള്ളി ഡാമിൽ ഇത്രത്തോളം ജലനിരപ്പ് ഉയരാനുള്ള പ്രധാന കാരണം. ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഇവിടെ ധാരാളം ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് കുടുങ്ങിയ ആളുകളെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തിയത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, അതിരപ്പള്ളി ഭാഗത്ത് ഇത്തരത്തിൽ പുഴയിൽ ക്രമാതീതമായ ജലനിരപ്പ് ഉയർന്നതോടെ വിനോദസഞ്ചാരികളെ നാട്ടുകാർ ചേർന്ന് രക്ഷിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ആന്ധ്രയിൽ നിന്ന് എത്തിയ വിനോദസഞ്ചാരികളാണ് ഇന്ന് ഒരു 11 മണിയോടെ പുഴയുടെ നടുവിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവർ പുഴയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പുഴയിൽ വെള്ളം കുറവായിരുന്നു. എളുപ്പത്തിൽ നടന്ന് പുഴയുടെ മധ്യത്തിലേക്കൊക്കെ പോകാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നു. പിന്നീട് പെട്ടെന്നാണ് പൊടുന്നനെ ഈ പുഴയിൽ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇതോടെയാണ് കുട്ടികൾ ഉൾപ്പെടുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കുട്ടികൾ ഉൾപ്പെടെയുള്ള സംഘം പുഴയ്ക്ക് മധ്യത്തിൽ കുടുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഉടൻ ആ പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാർ ചേർന്ന് ഇവരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഭാഗ്യവശാൽ യാതൊരു മറ്റു പരിക്കുകളൊന്നും തന്നെയില്ല. ഈ വെള്ളം ഇങ്ങനെ കൂടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പെരിങ്ങൽകുത്ത് ഡാമിൽ വൈദ്യുതി ഉൽപാദനം കഴിഞ്ഞിട്ടുള്ള വെള്ളം, അധികം വരുന്ന ജലം പുഴയിലേക്ക് ഒഴുക്കി വിട്ടതാണ് പെട്ടെന്ന് ഈ വെള്ളച്ചാട്ടത്തിലും അതുപോലെ തന്നെ പുഴയിലും ഒക്കെ വെള്ളം കൂടാനുള്ള ഒരു കാരണമായി പറയുന്നത്. സാധാരണഗതിയിൽ നാട്ടുകാർ പറയുന്നത് രാത്രി കാലങ്ങളിൽ പുലർച്ചെയൊക്കെയാണ് ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിച്ചതിന് ശേഷം വെള്ളം തുറന്നു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇത് പകല് തന്നെ രാവിലെ തന്നെ തുറന്നു വിട്ടു. അതാണ് ഇത്തരത്തിൽ പൊടുന്നനെ വെള്ളം കൂടാനുള്ള ഒരു കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ മൂലം കുട്ടികളടങ്ങുന്ന കുടുംബത്തെ അല്ലെങ്കിൽ വിനോദസഞ്ചാര സംഘത്തെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നാണ് ആശ്വാസകരമായ കാര്യം. അരുണിമ, ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.